എസെക്കിയേൽ 34 അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിനെ നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വച്ചുകെട്ടിയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാഞ്ഞതിനാൽ അവ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായിത്തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാനാണ്. ഇടയന്മാരില്ലാഞ്ഞതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്ക് ഇരയായിത്തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല. അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരെയാണ്. എൻ്റെ ആടുകൾക്ക് ഞാൻ അവരുടെ കണക്ക് ചോദിക്കും. അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും.